ഹലോ, നമുക്കിന്ന് നേന്ത്രപ്പഴം വെച്ചൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ശർക്കര പാനി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് കേട്ടോ ഇടുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്ത ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ ഇതിന് വേണ്ടത്. ചെറിയ നേന്ത്രപ്പഴം ആയതുകൊണ്ട് ഞാൻ 2.5 നേന്ത്രപ്പഴമാണ് കേട്ടോ ഇതിനെടുത്തിരിക്കുന്നത്. വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ മൊത്തം 1.5 നേന്ത്രപ്പഴം മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പഴവും പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഗോതമ്പ് പൊടിയും 1 പഴം ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടെ 1 ടീസ്പൂൺ ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിട്ടുന്നത്. ഇനി ഇതൊന്ന് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാൻ ബാലൻസ് ഇരുന്ന 1 പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടും. അപ്പോൾ അടിച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 2 പീസാക്കി മാറ്റണം കേട്ടോ. കറക്റ്റ് 2 പീസാക്കി മാറ്റണം. അതിനുശേഷം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി അതിൽ നിന്ന് 1 പീസ് മാവ് എടുത്ത് ഇതുപോലെ പരത്തി കൊടുക്കുക കേട്ടോ. പ്ലേറ്റിലേക്ക് ചുറ്റും ഇതുപോലെ റൗണ്ടിൽ പരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച മിക്സ് ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാലൻസ് ഇരിക്കുന്ന 1 പീസ് മാവില്ലേ, അതും പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. ഒരുപോലെയുള്ള 2 പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് അളവിൽ പരത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. ആ കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അരികൊക്കെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. കൈ വെച്ച് ഒട്ടിച്ചെടുത്താലും മതി. കണ്ടില്ലേ, കറക്റ്റായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്കാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ആവിയൊക്കെ ഒന്ന് പോയി ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പ്ലേറ്റിൽ നെയ്യ് തടവിയത് കൊണ്ട് ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ പ്ലേറ്റിൽ നിന്ന് വിട്ടുവരും കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്ത് നോക്കാം. ഏലക്കായുടെ ഒക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ പൊടി കൂടി പോവാതെ ശ്രദ്ധിക്കണം. പൊടി കൂടി പോയി കഴിഞ്ഞാലാണ് കേട്ടോ ഇത് ഹാർഡായി പോകുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫില്ലിങ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പഴം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് കടിക്കാനും കിട്ടും. പിന്നെ നെയ്യും ചേർത്തിട്ടുണ്ടായിരുന്നു. പഴവും ശർക്കരയും നെയ്യും കൂടെ ചേർന്നപ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.